സെവൻറ്റി ടാരറ്റ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. എന്താണ് പുരോഗതിയെ തടയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വേദനകൾ ആണ് നിങ്ങളുടെ പുരോഗതിയെ തടയുന്നത്. നിങ്ങൾ ആ വേദനകളുടെ പിന്നാലെ പോകാതിരിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ആ നേട്ടങ്ങൾക്ക് വേണ്ടി യത്നിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് കാര്യം ചെയ്തിട്ടും ഇനി വിജയമില്ല അങ്ങനെയൊക്കെ മനസ്സിൽ വരാൻ പാടില്ല. നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങൾക്ക് ആ സാഹചര്യത്തെ, ഏത് സാഹചര്യത്തെയും മെരുക്കിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് ഇവിടെ കാർഡ്സിൽ കാണാനുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്, എനിക്കെല്ലാം നഷ്ടങ്ങളാണ്, എനിക്ക് മുന്നോട്ടൊരു ഒരു ഉയർച്ചയില്ല, ഒരു പുരോഗതിയും ജീവിതത്തിൽ വരുന്നില്ല, അങ്ങനെ മനസ്സിൽ ഒരുപാട് ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. നിങ്ങളെ കൊണ്ടാവും, നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകുക. ഇവിടെ കാർഡ്സിൽ കാണുന്നത്, നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങാനും, എന്ത് പ്രതീക്ഷിച്ചാലും അതെല്ലാം നടത്താനും ഒരു പ്രത്യേക കഴിവും എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് വിനിയോഗിക്കുന്നില്ല എന്നാണ് ഇവിടെ തോന്നുന്നത്. നിങ്ങളത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കണം. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നടക്കും. പക്ഷേ നിങ്ങൾ മനസ്സ് വയ്ക്കണം. മനസ്സില്ലാത്തത് കൊണ്ടാണ് പലതും നേടാനാവാത്തത്. നിങ്ങളുടെ വേദനയും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ മറന്നിട്ട് പുതിയൊരു നല്ല ലൈഫിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. വിട്ടുകളയേണ്ടതിനെല്ലാം വിട്ടുകളയുക. മനസ്സിൽ ഭാരങ്ങൾ ഒരുപാട് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഏത് സാഹചര്യം വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു സ്റ്റെബിലിറ്റി വരികയും ഒരു പുതിയ നല്ലൊരു ജീവിതം വരികയൊക്കെ ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ എല്ലാം വളരെ ശക്തമായിട്ട് ഇനി മുന്നോട്ട് പോകുമെന്നാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് പോകും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സ്നേഹവും കരുതലും ഉള്ള വ്യക്തിയാണ്. അതൊക്കെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന കഴിവിനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക. ഒന്നിലും ഇത്രയൊക്കെ മതി എന്നുള്ള മനോഭാവം മാറ്റി വെച്ചിട്ട് നല്ല ഉണർവോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.